വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PNC MAK BSc നഴ്സിംഗ് 2025 പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോർത്ത് അലോട്ട്മെന്റ് ആർക്കൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത്, ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല, ആരുടെയൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് റിജക്റ്റ് ആയിട്ട് പോയിട്ടുള്ളത്, അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകാട്ടോ. ഫോർത്ത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ 4-ാം തീയതി 5 മണിക്ക് മുന്നോടിയായിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് 10 ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൾറെഡി നിങ്ങൾ വെച്ചിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ആയി പോയിട്ടുണ്ട് എന്നതും കൂടി മനസ്സിലാക്കുക. നിങ്ങൾ ഓൾറെഡി വെച്ച ഓപ്ഷൻസ് പരിഗണിക്കും എന്ന് വെയിറ്റ് ചെയ്യരുത്, പുതിയ ഓപ്ഷൻസ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നത് മനസ്സിലാക്കാട്ടോ. ഫോർത്ത് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത് ആർക്കൊക്കെയാണ്? ഇപ്പോൾ ഒരു അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. PNC MAK അലോട്ട്മെന്റ് സ്റ്റാറ്റസ് അവസാനമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റിന് ശേഷം എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ നിങ്ങൾ പോയി അഡ്മിഷൻ ഡയറക്റ്റ് എടുക്കാത്ത കുട്ടികൾക്ക് ഇനി ഫോർത്ത് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഒരു അലോട്ട്മെന്റുകളിലും അങ്ങനെയുള്ള കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ ഓൾറെഡി ഈ ഒരു അസോസിയേഷനിൽ ടോക്കൺ ഫീസ് അടച്ച കുട്ടികൾക്ക് ഇത് തിരികെ ലഭിക്കുന്നതുമായിരിക്കും. തിരികെ ലഭിക്കുന്നതിന് ആ ഒരു സമയത്തിന് മുന്നോടിയായിട്ട് നിങ്ങൾ അത് ക്യാൻസലേഷൻ കൊടുക്കേണ്ടതുമാണ്. PNC MAK കഴിഞ്ഞ 2 വർഷങ്ങളിലേക്കാളും കൂടുതൽ സീറ്റുകൾ ഈ വർഷം വാക്കന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ നമ്മൾക്കത് എത്രത്തോളമാണ് എന്നത് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കഴിഞ്ഞ 2024 മാർക്കിനേക്കാളും കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾക്കായിരുന്നു 2023 ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനേക്കാളും കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾക്ക് ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 420 വരെയാണ് ലഭിച്ചിട്ടുള്ളത് മാർക്ക് അവസാനമായിട്ട്. പക്ഷെ 420 ഉള്ള എല്ലാ കുട്ടികൾക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ 10 കുട്ടികൾക്ക് 420 മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ 5 കുട്ടികളെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി 5 കുട്ടികൾ 420 മാർക്കിൽ പിന്നെയും ബാക്കിയുള്ള പക്ഷം ആ ഒരു കുട്ടികൾക്ക് പ്രയോറിറ്റി ചെയ്തതിന് ശേഷമായിരിക്കും 419 മാർക്കുള്ള കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 420 ഉണ്ട് എന്ന് വിചാരിച്ച് 420 ഉള്ള എല്ലാ കുട്ടികൾക്കും കിട്ടണം എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കാട്ടോ. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. കുട്ടികളും ചാൻസസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്തത് 424 മാർക്കുള്ള കുട്ടികൾക്ക് ഉറപ്പായും ലഭിക്കും എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ അതിന് താഴെയുള്ള മാർക്കുള്ള കുട്ടികൾക്കും ഈ വർഷം ലഭിച്ചതിനാൽ തന്നെ എത്രത്തോളം സീറ്റുകൾ വാക്കൻസി വരുന്നുവോ അത് ഫില്ലാകുന്നതനുസരിച്ചും അഡ്മിഷൻ എടുക്കാതെ വരുന്ന കുട്ടികളുടെ വാക്കൻസി സീറ്റ് അനുസരിച്ചും ഒക്കെ തന്നെ ഇവിടെ സീറ്റ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിക്കും. പക്ഷെ അത് എത്ര വരെ എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വർഷം സാധിക്കുകയില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിരുന്നാൽ പോലും 400 മാർക്കിന് താഴെയുള്ള കുട്ടികൾ ഇതിന് വെയിറ്റ് ചെയ്യരുത്. മറ്റു രീതിയിലുള്ള പുറത്തുള്ള അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ ഇപ്രാവശ്യം നമുക്ക് PNC MAK പുതുതായിട്ട് ഓപ്ഷൻ വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചു വെക്കണം എന്ന് ഓൾറെഡി നമ്മൾ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. ഇഷ്ടപ്പെട്ട കോളേജസ് മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം അടുത്ത അലോട്ട്മെന്റിൽ ഏത് കോളേജിലാണോ കിട്ടുന്നത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് മുന്നോട്ട് അലോട്ട്മെന്റുകൾ പരിഗണിക്കുകയുമില്ല. അതുപോലെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് സൈറ്റിൽ പ്രോസ്പെക്ടസ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ ഫീസ് ഒക്കെ റെഡിയാക്കി വെക്കുക. പല കുട്ടികളും കമന്റിൽ ചോദിക്കുന്നതാണ്, അവർ പറയുന്ന ജോയിനിങ് ഡേറ്റ് അല്ലാതെ പിന്നോട്ട് എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ ചെയ്യാതിരിക്കുക. അവർ പറയുന്ന ജോയിനിങ് ഡേറ്റിൽ തന്നെ പോകാൻ വേണ്ടി നോക്കാട്ടോ. അല്ലാത്ത പക്ഷം പല കുട്ടികളുടെയും അഡ്മിഷൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അങ്ങനെ പലരും വന്ന് കമന്റിൽ പറഞ്ഞത് കൊണ്ടാണ് ഈ കാര്യം നിങ്ങളെയും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തവരെ മാത്രമായിരിക്കും ഈ ഒരു അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് ഈ ഒരു അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പുതുതായി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ അഡ്മിഷൻ ഓൾറെഡി എടുത്ത കുട്ടികളെ ആ ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള അലോട്ട്മെന്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി ഓൾറെഡി അഡ്മിഷൻ കിട്ടി എന്നാൽ അഡ്മിഷൻ എടുക്കാതെ ഫോർത്ത് അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാകും. അവരും പുതുതായിട്ട് ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾ ഫോർത്ത് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഫോർത്ത് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റിന്റെ കോളേജ് ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ കോളേജസും ക്യാൻസൽ ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് ഒരു കോളേജ് കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ തിരിച്ച് ഓൾറെഡി കിട്ടിയ കോളേജിലേക്ക് വന്ന് ചേരാൻ വേണ്ടി സാധിക്കുകയില്ല എന്നത് ഓൾറെഡി മനസ്സിലാക്കിയതിനു ശേഷം വേണം മുന്നോട്ട് ഓരോ അലോട്ട്മെന്റിലേക്കും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിരന്തരമായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം നമുക്ക് പെട്ടെന്നായിരിക്കും ഒരു 2-3 ദിവസമായിരിക്കും അഡ്മിഷൻ എടുക്കാനുള്ള സമയം തരുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ ഫീസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ നോക്കുക. ഓൾറെഡി എത്രത്തോളമാണ് ഫീസ് എന്നതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓരോ കോളേജസിലും എത്രത്തോളമാണ് ഫീസ് എന്നുള്ളത്. അതുപോലെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ മുന്നോടിയായിട്ട് തന്നെ കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം പോവുക. കാരണം എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഓരോ കോളേജ് പോളിസി അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഓരോ കോളേജിലും നിങ്ങൾ വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രം പോകാൻ വേണ്ടി നോക്കാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികൾ ഇഷ്ടപ്പെട്ട കോളേജസ് മാത്രമാണ് വെച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമില്ലാത്ത കോളേജസ് വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇനിയും സീറ്റ് വാക്കൻസി വരികയാണ് എന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെയും അറിയിക്കുന്നതായിരിക്കും. പല കുട്ടികളും ചോദിക്കുന്നതാണ് PNC MAKയിലും AMCS FNCK LBS തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LBSന്റെ എന്ന് പറയുന്നത് ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിൽ വരുന്നതാണ്. എന്നാൽ AMCS FNCK PNC MAK എല്ലാം തന്നെ പ്രൈവറ്റ് അസോസിയേഷൻ വഴി നടത്തുന്ന അഡ്മിഷൻസ് ആണ്. അപ്പോൾ LBS വഴിയാകുമ്പോൾ ഫീ കൺസെഷൻ ഉണ്ടാകും, റിസർവേഷൻ ഉണ്ടാകും, സ്കോളർഷിപ്പുകൾ ഉണ്ടാകും. എന്നാൽ പ്രൈവറ്റ് അസോസിയേഷൻ വഴിയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീ കൺസെഷനോ സ്കോളർഷിപ്പോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നതല്ല. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്നതാണ് SC കാറ്റഗറി ആണ്, അത് ബേസ് ചെയ്ത് PNC MAKയിൽ റിസർവേഷൻ കിട്ടുമോ എന്നുള്ളത്. ഇവിടെ ഒരു കാറ്റഗറി നോക്കില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെന്റ് ലഭിക്കുന്നത്. വേറൊരു റിസർവേഷനോ ഒന്നും കാറ്റഗറി ബേസോ ഒന്നും ഇവിടെ നോക്കുകയില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ SC ആയാലും ST ആയാലും തീവ്ര ആയാലും വിശ്വകർമ്മ ആയാലും ഏത് കാറ്റഗറി ആയാലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏത് കാറ്റഗറി ആയാലും നിങ്ങൾക്ക് ആർക്കും തന്നെ ഇവിടെ റിസർവേഷൻ ഇല്ല. നിങ്ങളുടെ മാർക്ക് എത്രയാണോ അത് ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ട് മാത്രമാണ് അഡ്മിഷൻസും അലോട്ട്മെന്റും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കൂ. ഫോർത്ത് അലോട്ട്മെന്റ് വരുന്നത് ഒക്ടോബർ 4 5 മണിക്ക് മുന്നോടിയായിട്ടാണ്. അതിനുവേണ്ടി പുതിയതായിട്ട് ഓപ്ഷൻസ് വെച്ച കുട്ടികളെ മാത്രമായിരിക്കും പരിഗണിക്കുന്നത്. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ്സ് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.